പോയിന്റ് ഓഫ് വ്യൂയിലൂടെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെൻ്റെ രണ്ട് ക്ലാസ്സുകളും മുമ്പിലത്തെ രണ്ട് ക്ലാസ്സുകളും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ക്വസ്റ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റിനുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ മുമ്പുള്ള എക്സാമുകളിൽ ആവർത്തിച്ച് വന്നിരിക്കുന്ന ക്വസ്റ്റിനുകൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റിനുകളാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇത് ഈ ചാനൽ കണ്ടതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ പോയാലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടിയുള്ള അത്രയും റിസ്ക് എടുത്തുള്ള വളരെ അധികം കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യനുകൾ ശേഖരിച്ചുണ്ടാക്കിയ ഒരു ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ഈ ക്ലാസ് കാണണം. നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യനുകളും കൃത്യമായിട്ട് തന്നെ എഴുതിയെടുക്കുകയും അത് മനപ്പാടമാക്കി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, വൺ ക്യാൻ പ്രിഫർ ആൻ അപ്പീൽ അഗൈൻസ്റ്റ് ദ ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ ടു ദ കേരള കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് such order. One can prefer an appeal against the order of the registrar to the Kerala Cooperative Tribunal within dash days from the date of such order. Answer 60 days ആണ്. One can prefer an appeal against the order of the registrar to the Kerala Cooperative Tribunal within 60 days from the date of such order. അടുത്ത ക്വസ്റ്റ്യൻ, the term of office of the members of the general body of state cooperative union shall be. അതായത് the term of office of the members of the general body of the state cooperative union shall be 5 years. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജനറൽ ബോഡിയുടെ കാലാവധി എത്ര വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടേം ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ജനറൽ ബോഡി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി 5 years. സർഫാസി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് സർഫാസി ആക്ട് നിലവിൽ വന്നതെന്നാണ് ചോദ്യം. 2002 സർഫാസി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 2002. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ ഗ്രാസ് റൂട്ട് ലെവൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ ഗ്രാസ് റൂട്ട് ലെവൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. PACS ആണ് ആൻസർ. PACS ആർ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ ഗ്രാസ് റൂട്ട് ലെവൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നോഡൽ ഏജൻസി അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഫോർ ചാനലൈസേഷൻ ഓഫ് ഫണ്ട് RBI നബാർഡ്. RBIയുടെയും നബാർഡിൻ്റെയും സ്റ്റേറ്റ് ലെവൽ ചാനലൈസേഷൻ ഫണ്ടിൻ്റെ സ്റ്റേറ്റ് ലെവൽ ഏജൻസി ഏതാണെന്നാണ് ചോദിച്ചത്. നോഡൽ ഏജൻസി ഓഫ് ദ സ്റ്റേറ്റ് ലെവൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ നോഡൽ ഏജൻസി അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഫോർ ചാനലൈസേഷൻ ഓഫ് ഫണ്ട് RBI നബാർഡ്. RBI ഓർ നബാർഡിൻ്റെത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ആൻസർ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ കൺട്രോൾഡ് ബൈ. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ കൺട്രോൾഡ് ബൈ. നമ്മൾ എല്ലാവരും പെട്ടെന്ന് തന്നെ തെറ്റിപ്പോകുന്നൊരു ക്വസ്റ്റ്യനാണ്. അർബൻ ബാങ്ക് സാധാരണ രജിസ്ട്രാർ ആണ്. എല്ലാവരും വിചാരിക്കും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്ന രജിസ്ട്രാർ മാത്രമാണെന്നായിരിക്കും വിചാരിക്കുന്നത്. അല്ല, അതിൻ്റെ ആൻസർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ കൺട്രോൾഡ് ബൈ ബോത്ത് RBI ആൻഡ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് കറക്റ്റ് ആൻസർ. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ കൺട്രോൾഡ് ബൈ ബോത്ത് RBI ആൻഡ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് ലേസ് ഡൗൺ ദ ലോ റിലേറ്റിംഗ് ടു പേയ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ചെക്ക് ബൈ എ ബാങ്ക് ആൻഡ് ഓൾസോ പ്രൊട്ടക്ഷൻ അവൈലബിൾ ടു എ ബാങ്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. വിച്ച് ആക്ട്, ഏത് ആക്റ്റാണ് നമുക്ക് ചെക്കിൻ്റെ പേയ്മെൻറ്റ് കാര്യത്തിൽ ബാങ്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വിച്ച് ആക്ട് ലേസ് ഡൗൺ ദ ലോ റിലേറ്റിംഗ് ടു പേയ്മെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ചെക്ക് ബൈ എ ബാങ്ക് ആൻഡ് ഓൾസോ പ്രൊട്ടക്ഷൻ അവൈലബിൾ ടു എ ബാങ്ക്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ആണ് ആൻസർ. വിച്ച് ആക്ട് ലേസ് ഡൗൺ ദ ലോ relating to payment of customers check by a bank and also protection available to a bank. Negotiable instrument act ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപ്ചറിംഗ് ദ എസെൻഷ്യൽ റിക്വയർഡ് particulars from the papers check to from an electronic image is called dash. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ക്യാപ്ചറിംഗ് ദ എസെൻഷ്യൽ റിക്വയർഡ് particulars from the papers check to from an electronic image is called truncation of check ആണ്. Truncation of check. അടുത്ത ക്വസ്റ്റ്യൻ, in societies membership to local bodies is allowed as per dash. ക്വസ്റ്റ്യൻ ഒന്ന് ആവർത്തിക്കാം. in societies membership to local bodies is allowed. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 1999 ആണ്. in societies membership to local bodies is allowed as per കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 1999 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the bankers right to retain securities etc in respect of general balance due by their owner to the banker is called dash. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. the bankers right to retain securities etc in respect of general balance due by their owner to the banker is called general lien. അടുത്ത ക്വസ്റ്റ്യൻ, for central or state government to file suit the limitation period is dash as per limitation act 1963. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. for central or state government to file suit the limitation period is
30 years ആസ് പെർ ലിമിറ്റേഷൻ ആക്ട് 1963. 30 വർഷമാണ് ആൻസർ. ഞാൻ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ ഇനിയും പറയുകയാണ്, എല്ലാവരും കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ച് മനപ്പാഠമാക്കി വെക്കേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് 100% മാർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യന് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുകൊണ്ട് ഞാൻ അധികം സമയം വേസ്റ്റ് ആക്കുന്നില്ല. കൂടുതൽ ക്വസ്റ്റ്യനുകൾ നിങ്ങളിലേക്ക് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എത്തിക്കേണ്ടതുകൊണ്ട് ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥയും സത്യസന്ധതയും നിങ്ങളും എന്നോട് കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും നല്ല രീതിയിൽ അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നത വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ടേം ലോൺ ഷാൽ ബി ക്ലാസിഫൈഡ് ആസ് എ നോൺ പെർഫോമിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് or installment of principal of that loan remain overdue for a period of more than dash days. Question ഒന്നുകൂടെ ആവർത്തിക്കാം. A term loan shall be classified as non-performing if interest and installment of principal of that loan remain overdue for a period of more than 90 days. 90 ദിവസമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Risk arises out of external and uncontrollable factors are called dash. ക്വസ്റ്റ്യൻ ഒന്ന് ആവർത്തിക്കാം. റിസ്ക് അറൈസ് ഔട്ട് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ആർ കാൾഡ് സിസ്റ്റമാറ്റിക് റിസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ സ്റ്റിപ്പുലേറ്റഡ് ലെവൽ ഓഫ് ഡാഷ്. ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ സ്റ്റിപ്പുലേറ്റഡ് ലെവൽ ഓഫ് ബോത്ത് CRR ആൻഡ് SLR ആണ് ആൻസർ. ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ സ്റ്റിപ്പുലേറ്റഡ് ലെവൽ ഓഫ് ബോത്ത് CRR ആൻഡ് SLR. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് പർപ്പസ് ദ ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ. ഫോർ വാട്ട് പർപ്പസ്, ഏത് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്? ഫോർ ദ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ആൻസർ എന്നാണ്? ഫോർ ദ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ഫോർ വാട്ട് പർപ്പസ് ദ ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ്? ഫോർ ദ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോ മണി ഫ്രം ബാങ്ക് ഈസ് കാൾഡ് ഡാഷ്. എല്ലാവർക്കും എന്നും പത്രത്തിലെല്ലാം കാണുന്നതാണ്. RBI റിപ്പോ റേറ്റ് കൂട്ടി, റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടി എന്നാണ്. ഇതുകൊണ്ട് എന്നാന്നുള്ളത് പലരും ആർക്കും കൃത്യമായിട്ട് അറിയാവുന്ന എനിക്കറിയത്തില്ല. എന്നാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. ഇതാ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോ മണി ഫ്രം ദ ബാങ്ക് ഈസ് കാൾഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. ദ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോ മണി ഫ്രം ബാങ്ക് ഈസ് കാൾഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്? ഹു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ്, ആരാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദ്യം. അതായത് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ സാധിക്കില്ല. MBO എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതായത് പീറ്റർ എഫ് ഡ്രക്കർ ആണ് അതിൻ്റെ ആൻസർ. ഹു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്? പീറ്റർ എഫ് ഡ്രക്കർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഏജൻസി ഈസ് ദ ചാർജ് ഓഫ് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻ ദ കൺട്രി? ഏത് ഏജൻസിയാണ് ഇതിൻ്റെ പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ ചാർജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. NCCT ആണ് ആൻസർ. NCCT. വിച്ച് ഏജൻസി ഈസ് ഇൻ ചാർജ് ഓഫ് പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻ ദ കൺട്രി? NCCT. അടുത്ത ക്വസ്റ്റ്യൻ. വാംനിക്കോം വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വാംനിക്കോമിനെ കുറിച്ച് 2 ക്വസ്റ്റ്യൻ സാധാരണ കാണാറുണ്ട്. വാംനിക്കോം വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1967 ആണ് ആൻസർ. അപ്പം എവിടെയാണെന്ന് ചോദിക്കും. അത് ആൻസർ പൂനെയാണ്. പൂനെ. വാംനിക്കോം വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1967 അറ്റ് പൂനെ. വാംനിക്കോം വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1967 അറ്റ് പൂനെ. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMF popularly called Milma was established dash with its head office at Trivandrum from the successful implementation of Operation Flood program in Kerala. ഇത് സാധാരണ ഇതിൽ എല്ലാ എക്സാമിനേഷനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ പോപ്പുലർലി കാൾഡ് മിൽമ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡാഷ് April 1980 with its head office at Trivandrum for the successful implementation of Operation Flood program in Kerala. Another question. The Rochdale Society of Equitable Pioneers founded in 1844 is usually considered the first successful cooperative enterprises used as a model for modern cooperative society.
ഇതിൻ്റെ അത് ചോദ്യം ഇങ്ങനെ വരാറ്, ഇതൊരു ഉത്തരം കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞു പോയത്. എൻ്റെ അത് ചോദ്യം സാറിന് ഇതിൽ ഇങ്ങനെയാണ് വരാറുള്ളത്. ദ റോച്ച്ഡേൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പയനിയേഴ്സ് ഫൗണ്ടഡ് ഇൻ ഡാഷ് എന്നാണ് ചോദിക്കുന്നത്. ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. 1844 ആൻസർ. 1844 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് CICED വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓർഡർ ടു എൻഹാൻസ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതിൻ്റെ CICEയുടെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. CICEയുടെ എക്സ്പാൻഷൻ സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ് ആൻസർ. CICEയുടെ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ ഫോർ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ് അതിൻ്റെ ആൻസർ. സെൻട്രൽ ഫോർ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ് ആൻസർ. ഇത്രയും ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടൻ തന്നെ എക്സാം ഈ സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം എക്സാമുകൾ ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അതിൻ്റെ പിന്നെ എല്ലാ ഇതുകൂട്ടോടും കൂടി, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തോടും കൂടി നിങ്ങൾ ഈ ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ടും എടുത്ത് നന്നായിട്ട് പഠിക്കണം. അപ്പം എന്നെ ഇത്രയും നേരം ശ്രമിച്ച എല്ലാ